അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് ഉസാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഹാനവറുകളെ ചോദിച്ചു, നബിയെ, തങ്ങളെന്താ ഈ ശഅബാന് വല്ലാതെ പരിഗണന? മറ്റു മാസങ്ങളെക്കാൾ റമദാന് കഴിഞ്ഞാൽ വല്ലാതെ നോമ്പ് നോൽക്കുന്നല്ലോ ഈ ശഅബാനിന്. റമദാനിന്റെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാനിന്റെ വല്ലാതെ നോമ്പനുഷ്ഠിക്കും. ഇത് കണ്ടപ്പോൾ ചോദിച്ചപ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസക്തമായ നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു മറുപടി. അതൊരു മാസാണ് മോനെ, അത് റജബിന്റെയും റമദാന്റെ ഇടയിൽ ആൾക്കാർ ഗാഫിലായി അതിനെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മാസാണ്. അതുകൊണ്ട് ആ മാസത്തെ നല്ലോണം പരിഗണിക്കണം. ആ മാസത്തിലാണ് നമ്മുടെ അമലുകളൊക്കെ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. ബറാഅത്തിന്റെ ദിവസം കടന്നു വരുന്നത് ശഅബാൻ 15 നമുക്കറിയല്ലോ. നമ്മുടെ ഈ വർഷത്തെ എല്ലാം കണക്കാക്കപ്പെടുന്ന ദിവസമാണ്. നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസമാണ്. എന്റെ അമൽ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായി അല്ലാഹുവിന്റെ അടുക്കൽ കാണിക്കപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഹബീബ് റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് റജബിലെ നല്ല നല്ല ദിവസങ്ങൾ കഴിഞ്ഞുപോയി. നമ്മൾ ഒരുങ്ങിയോ ഇല്ലേ എന്ന് നമ്മൾ തന്നെ ചോദിച്ചാൽ മതി നമ്മളോട്. ഞാൻ എത്രത്തോളം ഈ പരിശുദ്ധ റമദാനിന് വേണ്ടിയിട്ട് മാനസികമായി ഒരുങ്ങിയിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ദഖല ശഅബാൻ ഫതഹിറു അൻഫുസകും. ഇനിയും ആയിട്ടില്ലെങ്കിൽ ഇതാ ശഅബാൻ എത്തിയിട്ടുണ്ട്, തഹിറു, നിങ്ങൾ ശുദ്ധീകരിച്ചോളൂ നിങ്ങളുടെ ശരീരത്തെ എല്ലാം. പള്ളി ശുദ്ധീകരിക്കും, വീട് ശുദ്ധീകരിക്കും, പരിസരങ്ങളൊക്കെ വൃത്തിയാക്കും. അതിലൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്, വേണ്ടതാണ്, അത്യാവശ്യം തന്നെയാണ്. ഉമ്മമാരൊക്കെ ഇപ്പോഴേ ഒരുങ്ങി വീടിന്റെ അടുക്കളയും പരിസരങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി റമദാനിലേക്കുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ വീട്ടുകാരൻ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചു, പൊടിക്കാനുള്ളതൊക്കെ പൊടിപ്പിച്ചു വെച്ചു, എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആന്തരികമായും മാനസികമായിട്ടൊന്നുകൂടി നമ്മൾ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ശരീരം കൂടി നിങ്ങൾ ശുദ്ധീകരിക്കണേ. അതിൽ നിങ്ങളുടെ നിയ്യത്തിനെയും നിങ്ങൾ നന്നാക്കണേ. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ഒരു കാര്യമാണ് നമ്മുടെ നിയ്യത്ത് നന്നാക്കുക എന്നുള്ളത്. പരിശുദ്ധമായ റമദാന് കടന്നു വരുമ്പോൾ മനസ്സിലൊരു സന്തോഷം വരണം. ശഅബാന് പടച്ചോനെ ഇതാ കടന്നു വന്നല്ലോ, ഞാൻ റമദാനിലേക്ക് ഇങ്ങനെ അടുക്കാണല്ലോ, എന്റെ മനസ്സിലൊരു ആനന്ദം വരണം. ഒരുപാട് നന്മകൾ വാരിക്കൂട്ടാൻ എനിക്ക് കാരണമാകുന്ന അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിയുന്ന പുണ്യങ്ങളുടെ പെയ്ത്തുകാലമായ റമദാനാണ് വരുന്നത്. എനിക്ക് അല്ലാഹു തൗബ തരുമല്ലോ, എന്നെ അല്ലാഹു സ്വീകരിക്കുമല്ലോ. അതിൽ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യണം എന്ന നിയ്യത്തോടുകൂടെ നീ ഇപ്പോഴേ ഒരുങ്ങിക്കോ. ഫഅഹ്സിനൂ നിയ്യതകും ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ അമലും അല്ലാഹു സ്വീകരിക്കുന്നത് നമ്മുടെ നിയ്യത്ത് കൊണ്ടാണല്ലോ. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിസ്കരിക്കുന്നുണ്ട്, അവന്റെ നിയ്യത്ത് എന്താണ്? പടച്ചോനെ, ഞാൻ നല്ല നിസ്കാരക്കാരനാണല്ലോ, നാലാള് നോക്കുമ്പോ എന്റെ നിസ്കാരത്തിന് നല്ല ഖുശൂഉണ്ട്, നല്ല ഇഖ്ലാസ് കാണിക്കുന്നുണ്ട്, അവൻ നല്ല കൃത്യതയോടുകൂടെ നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ ഒറ്റക്ക് റൂമിൽ നിസ്കരിക്കുമ്പോ അവന്റെ നിസ്കാരത്തിന്റെ രൂപം മറ്റൊന്നാണ്. അത് ശിർക്കിൽപ്പെട്ട ഒന്നാണെന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് ശിർക്കിൽപ്പെട്ട ഒന്നാണ്. നീ അല്ലാഹുവിനോടുള്ള ഇബാദത്തില് നീ വേറൊരാൾക്ക് വേണ്ടി കൂടി പങ്കാളിയാക്കിയല്ലോ. അവന ശുറകാഇ അൻശിരികി, ഞാൻ വേറെ ആർക്കും കൊടുക്കാത്ത അമൽ സ്വീകരിക്കുന്നവനാണ്. എനിക്ക് മഹദൻ മാത്രം, എനിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന അമലുണ്ടോ, അത് മതി എനിക്കെന്ന് അല്ലാഹുവിന്റെ വാക്കുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ അമല്, എന്റെ നോമ്പ്, എന്റെ സ്വതഖ, എന്ത് കാര്യമാകട്ടെ എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇബ്ലീസിന്റെ ഏറ്റവും വലിയ അധ്വാനം നമ്മൾ നിയ്യത്ത് തെറ്റിക്കലാണ്. നമ്മൾ നിയ്യത്തൊന്ന് തെറ്റിക്കലാണ്.
മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ഒരു ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഒരു നാട്ടിൽ ഒരുപാട് മനുഷ്യന്മാർ ഒരു മരത്തെ ഇങ്ങനെ ആരാധിച്ചിരുന്നു. ജനങ്ങൾ ഈ മരത്തെ ആരാധിച്ചപ്പോൾ ഒരു മനുഷ്യൻ വിചാരിച്ചു ഏതാണ് ഇതിനെ മുറിച്ചിടാം. ആ മരത്തെ മുറിച്ചു കളയാൻ വേണ്ടിയിട്ട് ഒരാൾ ചെന്നപ്പോൾ ഇബ്ലീസ് വന്ന് തടഞ്ഞു. ഇബ്ലീസുൽ ലഈൻ വന്നിട്ട് തടഞ്ഞു. അയാളുമായി മൽപിടുത്തമായി അയാൾ പിശാച് പരാജയപ്പെട്ടു. പിശാച് പറഞ്ഞു, മുറിക്കാതെന്നാൽ എനിക്ക് എന്നും ഞാൻ 2 ദിർഹം തരാം. ഈ മരം നീ ഇവിടെ ബാക്കി വെച്ചാൽ എന്നും നിന്റെ തലയണിയുടെ താഴെ 2 ദിർഹം നിനക്ക് രാവിലെ ഒന്ന് നോക്കിയാൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ മുറിച്ചാൽ സ്വാഭാവികമായിട്ടും സമ്പത്ത് കിട്ടുമ്പോ അങ്ങനെയാണല്ലോ. അയാൾ പറഞ്ഞു ഓക്കെ എന്നായിക്കോട്ടെ. നമ്മളെ ഇന്നത്തെ ചില ചീഫ് ബിസിനസ്സുകാരെ പോലെ അല്ലെങ്കിൽ ചില ഷെയർ ബിസിനസ്സുകാരെ പോലെ ഇബ്ലീസ് കുറച്ചു കാലം കൊടുത്തു. 2 ദിർഹം ഒരാഴ്ച കൊടുത്തു, പിന്നെ കിട്ടാതായി. ക്യാഷ് കിട്ടാതായപ്പോ ഇയാൾ വീണ്ടും മരം മുറിക്കാൻ ഇറങ്ങി. ക്യാഷും ഇല്ല, പിന്നെ ഞാൻ മരം മുറിക്കാതിരിക്കണം. മരം മുറിക്കാൻ ഇറങ്ങിയോ വീണ്ടും വന്നു ഇബ്ലീസ്. അയാളുമായി മൽപിടുത്തം വീണ്ടും തുടരുന്നു. ഇബ്ലീസാണ് അപ്പോൾ വിജയിച്ചത്. അങ്ങനെ വിജയിച്ചു നിൽക്കുന്നു. ഞാനിത് മുറിക്കുമെന്നായി. മോനെ നീ മുറിച്ചോ എന്നാണ് രണ്ടാമത് വർത്തമാനം. കാരണം ഒന്നാമത് നീ മുറിക്കാൻ വന്നത് അല്ലാഹുവിനെതിരായി ഒരു മരത്തെ ആരാധിക്കുമ്പോൾ അതിനെ തടയിടാനുള്ള ലക്ഷ്യത്തിലാണ്. ഇപ്പോൾ നീ മുറിക്കാൻ വന്നത് നിന്റെ തലയുടെ താഴ്ഭാഗത്ത് 2 ദിർഹം കാണാതായപ്പോഴാണ്. നിന്റെ നീയത്ത് മാറിയിട്ടുണ്ട്. ദിർഹമിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മരം മുറിക്കാൻ വന്നത്. അതുകൊണ്ട് മുറിച്ചോലോ, മുറിച്ചില്ലെങ്കിലും എനിക്ക് വിഷയമല്ല. നമ്മുടെ നീയത്ത് മാറുന്നു മുഅ്മിനെ, അവിടെയാണ് ഇബ്ലീസുൽ ലഈൻ വിജയിക്കുന്നത്. അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നല്ലോണം പേടിക്കണം. മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയേക്കാൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേടിക്കാൻ പറഞ്ഞതാണ്. വലിയ ഗൗരവമുള്ള വിഷയമായി പറഞ്ഞതാണ് ശിർകുൽ ഖഫിയ്യ്. സ്വതക്ക നൽകുമ്പോൾ 4 ആൾ കാണട്ടെ, നൽകു കൊടുക്കണ്ട. എന്റെ പേര് വായിച്ചാലും വായിച്ചില്ലെങ്കിലും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ അല്ലാഹുവിന് വേണ്ടി നൽകിയതാണ്. എനിക്ക് നാളെ രക്ഷപ്പെടണമെന്നുള്ള നിലക്കുള്ള സ്വതക്കയാണ്. ഞാൻ ഒരാളെ സൽക്കരിക്കുന്നത് അതോ മറ്റുള്ളവരെ മുമ്പിൽ ആളാകാനല്ല, സ്റ്റാറ്റസ് വെക്കാനല്ല, അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാനുള്ള നിയ്യത്തോടുകൂടെയാണെങ്കിൽ അതിനൊക്കെ വലിയ ഫളലാ. ജനങ്ങളെ കാണുമ്പോൾ അയാൾ സജീവമായ അമലിനുണ്ട്. ഒരു വഴിയോരത്തൂടെ നടന്നു പോകുമ്പോ അവിടെ ഒരു തടസ്സമുണ്ട്. ആരും കാണാനൊന്നുമില്ലെങ്കിൽ അവിടെ കടന്നോട്ടെ, അടുത്ത വെല്ലോ മാറ്റിക്കോളൂ എന്നാണ്. നിന്റെ നീയത്ത് നന്നല്ലല്ലോ. അവിടെയുള്ള തടസ്സം മാറ്റുന്നത് നിന്റെ ഈമാനിന്റെ ഭാഗമാണ്. ഇങ്ങനെ നീയത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി. അതേ, അവന്റെ അമലിനേക്കാൾ ഏറ്റവും പ്രധാനം അവന്റെ നീയത്താണ്. നാളെ ആഖിറത്തിൽ ഒരാളെ കൊണ്ടുവരുന്നുണ്ട്. അയാളെ നന്മയും തിന്മയും തൂക്കുമ്പോൾ അയാളുടെ നന്മയുടെ തട്ടിന് നന്നേ ഭാരം കുറവായിരിക്കും. മുത്തായ തങ്ങൾ പറയുകയാണ്, അയാളെ പരിചയമാണ്, അയാൾ പരാജയത്തിന്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ രക്ഷപ്പെടുത്തുകയാണ്. ഇന്നലക ഇൻദീ കജ്ർ, നീ പോകണ്ട, പരാജയപ്പെട്ടിട്ടില്ല, എന്റെ അടുക്കലുണ്ട്. അതേ, ഒരു മലായികത്തിനും അത് ബോധ്യപ്പെട്ടിട്ടില്ല, വെളിവാക്കപ്പെട്ടിട്ടില്ല തോന്നുന്നുണ്ട്. അത് ഞാൻ നിനക്ക് നൽകുകയാണെന്ന് റബ്ബ് പറയും അത്രേ. അപ്പൊ മലായികത്ത് ചോദിക്കും, യാ റബ്ബ് മാ ഹുവ, അതെന്താ റബ്ബേ? അല്ലാഹു പറയും, നിയ്യതുകല്ലതി കുൻത തൻവി, അത് നിന്റെ മനസ്സിലുള്ള നിയ്യത്താണ്. ക്യാഷ് ഉണ്ടെങ്കിൽ എനിക്ക് അയാളെ ഹെൽപ്പാക്കാമായിരുന്നല്ലോ റബ്ബേ. ഒരു പാവപ്പെട്ട കുട്ടിന്റെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ വല്ലാത്ത ബേജാറ് അയാളുടെ കൽവില്. എന്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണല്ല റബ്ബേ, എനിക്കല്ലെങ്കിൽ സഹായിക്കാമായിരുന്നല്ലോ. എനിക്ക് സമ്പത്തുണ്ടെങ്കിൽ ഹജ്ജിന് പോകാമായിരുന്നല്ലോ, എനിക്ക് ഉംറക്ക് പോകാമായിരുന്നല്ലോ, പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാമായിരുന്നല്ലോ. എന്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണെന്ന് ആഗ്രഹിച്ച മനുഷ്യനാണ് അയാള്. നിന്റെ നീയത്തിനെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ തട്ടിലതാ ഹജ്ജ് കിടക്കുന്നു, നീ അതാ പാവങ്ങളെ സഹായിച്ച മുഴുവനും കിടക്കുന്നുണ്ട്. ആ നീയത്ത് കാരണം നിനക്ക് അമലൊന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ, അയാള് വിജയിച്ചവിടുന്ന് യാത്ര തുടരുന്നു. ഇങ്ങനെ ചിലരെ കൊണ്ടുവരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റമദാൻ ആവട്ടെ, എന്നിട്ടകന്ന് വേണ്ട, ഇപ്പോഴേ മനസ്സിലൊരു നിയ്യത്ത് കൊടുത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ റമദാന്റെ മുന്നേ തന്നെ ഖത്മ തുടങ്ങാൻ, ഞാൻ അതിലേക്ക് ഒരുങ്ങാൻ. റമദാൻ ആയാൽ എല്ലാ നിലക്കും ഞാൻ തറാവീഹിന് സജീവാകും, ഞാൻ ഒരുപാട് നന്മകളിൽ വ്യാപൃതനാകും, അതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കും. ശഅബാനിലെ വരെ കട അടച്ചിട്ട് റമദാനിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരുന്ന സ്വഹാബത്തുണ്ടായിരുന്നു എന്നാണ്. കച്ചവടത്തെ നിർത്തിയല്ലേ, നമുക്ക് റമദാനിൽ കച്ചവടത്തിന്റെ തിരക്കല്ലേ. റമദാൻ ആകുമ്പോഴേക്ക് കച്ചവടം സ്റ്റോപ്പാക്കി വെക്കണമെന്ന് ഞാൻ പറയണില്ല. സ്വഹാബത്തിന്റെ ഒരു ശൈലി പറയാൻ, അവർ ശഅബാനിന്റെ പകുതി ആകുമ്പോഴേക്ക് എല്ലാം ക്ലോസ് ചെയ്ത് എല്ലാം ഒരുങ്ങിയിട്ട് ഇനി റമദാനിന് വേണ്ടിയിട്ട് മുഴുവൻ സമയവും ഒരുങ്ങാൻ. കച്ചവടം ചെയ്യുന്നത് ഇബാദത്താണ്, മക്കളെ പോറ്റാൻ വേണ്ടിയാണ്, കുടുംബത്തെ പോറ്റാനാണ്. അത് അധ്വാനിക്കുന്നത്, ജോലി ചെയ്യുന്നതൊക്കെ വലിയ ഇബാദത്താണ്. നിയ്യത്ത് നന്നാക്കിയാൽ മതി എന്ന് മാത്രം. എന്റെ കുടുംബത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് എന്ന് രാവിലെ ഒരുത്തം കുറ്റം നടക്കുമ്പോൾ നിയ്യത്താക്കിയാൽ വലിയ പ്രതിഫലമാണ്, അതിന് സംശയമില്ലല്ലോ. സ്വഹാബത്ത് അത്രമേൽ ഗൗനിച്ചതാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് വരുന്ന മാസങ്ങളെ നമ്മൾ നല്ലോണം പരിഗണിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അമലിന് അല്ലാഹു അവസരം നൽകട്ടെ, ആഫിയത്ത് നൽകണേ റഹ്മാനേ, തൗഫീഖ് നൽകണേ അല്ലാഹ്. പഠിച്ചവനെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് കഴിയണില്ല അല്ലാഹ്. തൗഫീഖ് ഇല്ലാത്തതുകൊണ്ട് സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് വർദ്ധിപ്പിക്കണേ റഹ്മാനേ. ഞങ്ങൾ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഇത് ശഅബാനിലേക്ക് വരികയാണ്, സ്വലാത്തിന്റെ മാസമാണ്. നല്ലോണം സ്വലാത്തല്ല മുത്തുനബിയിലേക്ക് അടുക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മാപ്പ് കൊടുക്കണേ റഹ്മാനേ. ഞങ്ങളിലുള്ള രോഗികൾക്ക് ശിഫ കൊടുക്കണേ അല്ലാഹ്. എന്തെല്ലാം ചികിത്സ നടത്തുന്നു അതൊക്കെ നീ ഫലവത്താക്കണേ റഹ്മാനേ. റബ്ബേ, ഞങ്ങളെ നീറുന്ന പ്രശ്നങ്ങളെല്ലാം നീ തീർത്തു തരണേ അല്ലാഹ്. ആഖിബത്ത് നന്നായി ഈമാനോട് നല്ല മാസത്തിൽ ഞങ്ങളെ നീ തിരിച്ചു വിളിക്കണേ റഹ്മാനേ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ.